പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു നിലവിൽ ഇറങ്ങാൻ പോകുന്ന പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകളെ കുറിച്ചിട്ട്. ഹോണ്ടയുടെ ടി വി എസിൻ്റെ ജുപ്പിറ്റർ, അതുപോലെ 2-3 മോഡലിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോയിൽ ഇറങ്ങിയ സമയത്ത് ഒരു ഇന്ത്യയിൽ ആദ്യത്തെ CNG സ്കൂട്ടറിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വേൾഡിലെ ലോകത്തിലെ ആദ്യത്തെ CNG സ്കൂട്ടറായ TVS ജുപ്പിറ്ററെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, CNG ഉപയോഗിക്കുക, പെട്രോളും രണ്ടും കൂടി ഒരേ സമയം നമുക്ക് ഉപയോഗിച്ചിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ്. 125 cc ആണ്. നിലവിലുള്ള TVS ജുപ്പിറ്റർ 125ൻ്റെ സെയിം വ്യത്യാസ കാര്യങ്ങളൊന്നും വരുന്നില്ല. 2 ഫ്യൂൽ വരും. ഏതാ? CNGയും പെട്രോളും. ആ രീതിയിൽ വരുന്നൊരു വണ്ടിയാണ്. 124.8 cc ആണ്. സിംഗിൾ സിലിണ്ടർ എൻജിനാണ് വരുന്നത്. മാക്സിമം പവറായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് 7.2 PS ആണ്. പിന്നെ ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത് 80 km/h ആണ്. പിന്നെ ടോർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9.4 Nm 5500 RPM 9.4 Nm ടോർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പറയുന്നത് രണ്ട് ഫ്യൂവൽ സിസ്റ്റം ഉണ്ട് ഡബിളായിട്ട്. അതായത് ഇപ്പോൾ ബൈക്കിനകത്ത് CNGയുടെ ടാങ്കും വരുന്നുണ്ട്, പിന്നെ പെട്രോളിൻ്റെ ടാങ്കും വരുന്നുണ്ട്. CNGയുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി പറയുന്നത് 1.4 kg ആണ്. പെട്രോൾ ടാങ്ക് വരുന്നത് 2 ലിറ്റർ ആണ്. അപ്പോൾ CNG 1 കിലോ CNGയിൽ 84 km നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 1.4 കിലോ CNGയും 2 ലിറ്റർ പെട്രോളും കൂടിയിട്ട് നമുക്ക് 226 km നമുക്ക് ടോട്ടലായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ പറ്റും. പിന്നെ പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ നമ്മുടെ ഇപ്പോൾ സാധാരണ ജുപ്പിറ്ററിൻ്റെ ആണെങ്കിൽ സീറ്റ് തുറക്കുമ്പോൾ അതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് ആണ്. അവിടെ ആയിട്ടാണ് നമുക്ക് ഇതിൽ CNGയുടെ ടാങ്ക് വരുന്നത്. ഈ രീതിയിൽ ഫുൾ കവറായിട്ടാണ് വരുന്നത്. ടാങ്കുകൾ കാര്യങ്ങളൊന്നും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. പിന്നെ ബാക്ക് സൈഡ് ആയിട്ടാണ് 2 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത്. നമുക്ക് CNGയിൽ ഓടിക്കൊണ്ടിരിക്കുക. CNG കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പെട്രോളിലേക്ക് ഷിഫ്റ്റ് ആവും. ആ രീതിയിലാണ് സിസ്റ്റം വരുന്നത്. പിന്നെ എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് 124.8 cc, അതായത് 125 cc അങ്ങനെ തന്നെ നമുക്ക് പറയാം. ടോപ്പ് സ്പീഡ് 80 ഇഞ്ചാണ്. അലോയ് വീലാണ് വരുന്നത്. അലോയ് വീൽ വിത്ത് ട്യൂബ്ലെസ് ടയർ, 12 ഇഞ്ചിൻ്റെ അലോയ് വീൽ. അതെല്ലാം നിലവിലില്ല TVSൻ്റെയാണ്. ഇപ്പോൾ ഇതൊരു ചാർട്ടാണ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് പെട്രോളിൻ്റെ സ്കൂട്ടറിന് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് 2 രൂപ 20 പൈസയാണ് ഇന്നത്തെ റേഞ്ചിൽ വരുന്നത്. അതായത് 2 രൂപ 20 പൈസ. അത് ജുപ്പിറ്ററിൻ്റെ CNG ആണെങ്കിൽ 90 പൈസയായിട്ട് കുറയും 1 കിലോമീറ്ററിന്. ഇനി ഇലക്ട്രിക് സ്കൂട്ടർ, അതായത് ഏതായാലും ഏതറോ TVSൻ്റെ iQube, ഹോണ്ടയുടെ Q3, Q1, ഇനി ഹീറോൻ്റെ വിതയോ ഇങ്ങനെ ഓലയോ ഏതാണെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടറിന് വെറും 40 പൈസ മാത്രമേ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആവുള്ളൂ. ഇപ്പോൾ നോർമൽ സ്കൂട്ടറിന് 2.20, 90 പൈസ, 40 പൈസ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക. പിന്നെ എന്താ, ഇത് ഏറ്റവും കൂടുതൽ CNG എന്ന് പറയുന്നത് ഡെയിലി ഉപയോഗിക്കുന്നതിലും കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ LED ഹെഡ് ലാമ്പും ഡിജിറ്റൽ സ്പീഡോമീറ്ററൊക്കെ കാര്യങ്ങളെ വരുന്നതാണ്. ഈ മീറ്ററിൻ്റെ അകത്ത് തന്നെ CNGയിലെ പ്രഷർ ലെവൽ, പെട്രോൾ എത്രയുണ്ട്, പിന്നെ ട്രിപ്പ് മീറ്റർ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് വരുന്നുണ്ട്. എക്സ്ട്രാ അഡീഷണലായിട്ട് CNGയുടെ പ്രഷറിൻ്റെ ലെവൽ നമുക്ക് മീറ്ററിൽ കാണിക്കാം. നമുക്ക് ഒരേ സമയം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് CNG എന്ന് വേണമെങ്കിൽ പെട്രോളിലേക്ക് മാറ്റാം, പെട്രോൾ എന്ന് വേണമെങ്കിൽ CNGയിലേക്ക് മാറ്റാം. അത് വണ്ടി നിർത്തേണ്ട കാര്യങ്ങൾ ആവശ്യം തന്നെ ഒന്നുമില്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആക്കാം. പിന്നെ ഏകദേശം എക്സ്പെക്റ്റഡ് ഷോറൂം പ്രൈസ്, ഇത് ഡൽഹി ബേസ്ഡ് പ്രൈസാണ്. 90 മുതൽ 95,000 രൂപ വരെ ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ ടാക്സ് കാര്യങ്ങളെല്ലാം കൂടിയിട്ട് 1,40,000 അല്ലെങ്കിൽ അതിന് മുകളിലേക്കായിരിക്കും എമൗണ്ട് ഏകദേശം വരിക. പിന്നെ അവർ അവകാശപ്പെടുന്നത് എന്താ, ഇതൊക്കെ തന്നെ സീറോ ആങ്സൈറ്റി, അതാണ് ഇതാണ് ഫില്ല് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ CNG ഇപ്പോൾ നോർമലായിട്ട് ഏകദേശം എല്ലാ പെട്രോൾ പമ്പുകളിലും CNG അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ കുറിച്ച് കൂടുതൽ ടെൻഷൻ ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സ്കൂട്ടി എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. പെട്രോൾ സ്കൂട്ടിയും കണ്ട് എന്തുകൊണ്ടും മെച്ചം CNG സ്കൂട്ടിയാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന ഇലക്ട്രിക് സ്കൂട്ടികൾ ഏതൊക്കെയാണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് കാണുക. ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഏതെങ്കിലും വണ്ടിനെക്കുറിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ പുതുതായിട്ട് ബൈക്കല്ല സ്കൂട്ടി അല്ലാത്ത മോഡലിൽ കുറേ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു അറിയില്ല. സ്കൂട്ടിയുടെ മുൻവശവും എൻജിനെല്ലാം സ്കൂട്ടീൻ്റെ കാണാൻ നമുക്ക് ബൈക്ക് പോലെ ഉണ്ടാവും. സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള. അപ്പോൾ അത്തരം ബൈക്കുകളുടെ പുതിയ എൻട്രി ലെവൽ ബൈക്കുകൾ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്, അതും കൂടി നോക്കുക. അതായത് ഉദാഹരണം പറഞ്ഞാൽ സൂം 160, നിങ്ങൾ ഗൂഗിളിലെ യൂട്യൂബിൽ അടിച്ചു നോക്കുക സൂം 160. അതുപോലത്തെ കുറച്ച് യമഹേൻ്റെ ഹോണ്ടേൻ്റെ ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ കൂടി ചെയ്യുക, അതും കൂടി ഒന്ന് കാണുക.